ഇന്ന് നമുക്ക് രണ്ടാടുകളെക്കുറിച്ച് പറയാം. ഫുട്ബോളിൻ്റെ എല്ലാമായ നമ്മുടെ എല്ലാമായ രണ്ട് ഇതിഹാസങ്ങളെക്കുറിച്ച്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. പേഴ്സണലി ഞാനൊരു കടുത്ത മെസ്സി ആരാധകനാണ്. ലോകകപ്പിലുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മത്സരം നേരിൽ കാണാനുള്ള ഭാഗ്യവും ലഭിച്ചു. പക്ഷേ റൊണാൾഡോ ഗോളടിക്കുന്ന ദിവസവും എനിക്ക് വലിയ സന്തോഷമുണ്ടാകും. അവർ രണ്ടുപേരും എപ്പോഴും ഗോളടിക്കുന്നത്, എപ്പോഴും തിളങ്ങുന്നത്, അവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വലിയ സന്തോഷം നൽകും. ഇത് കാണുന്ന മിക്ക മെസ്സി ആരാധകരുടെ മനസ്സിലും ഏകദേശം ഈ ചിന്ത തന്നെയായിരിക്കും. വാശിയും വീറുമൊക്കെ അവിടെയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട താരം, പ്രിയപ്പെട്ട ടീം, പ്രിയപ്പെട്ട ക്ലബ്ബ്, എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസവും തർക്കവും ഒക്കെ ഉണ്ടാകും. പക്ഷേ റോണോയും മെസ്സിയും അവരങ്ങനെ മിന്നിത്തിളങ്ങുന്നത് കാണാൻ വലിയ സന്തോഷമാണ്. വിഷമം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരുപാട് നാളൊന്നും അവർ നമ്മുടെ സന്തോഷത്തിലോ സങ്കടത്തിലൊന്നും കാണില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 40 തികഞ്ഞു റൊണാൾഡോയ്ക്ക്. ഇക്കഴിഞ്ഞ ജൂണിൽ 38 കഴിഞ്ഞു മെസ്സിക്ക്. കളത്തിൽ അവരുടെ അവസാന നാളുകൾ. ഒരുപക്ഷെ അടുത്ത ജൂണിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിന് ശേഷം റോണോ പോർച്ചുഗലിൻ്റെയും മെസ്സി അർജൻറ്റീനയുടെയും കുപ്പായം അഴിച്ചു വെച്ചേക്കും. ക്ലബ് ഫുട്ബോളിൽ മാത്രം 1-2 സീസൺ കൂടി തുടരും. പിന്നീട് ഫുട്ബോളിൽ നിന്ന് എന്നേക്കുമായി മടങ്ങിയേക്കും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അവർ ഈ 40-ലും 38-ലുമെല്ലാം കളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫോമിൽ, അവരുടെ അർപ്പണബോധത്തിലാണ് നിങ്ങളും ഞാനുമൊക്കെ ഉൾപ്പെടുന്ന ആരാധകരുടെ പ്രതീക്ഷയത്രയും. അൽ-നവൽ പാർക്കിൽ അൽ നസറും അൽ ഫത്തേഹും സൗദി പ്രോ ലീഗ് മത്സരത്തിൽ ഏറ്റുമുട്ടുകയാണ്. ജാവോ ഫിലിക്സിൻ്റെ ഒന്നാന്തരം ഒരു കേളറിലൂടെ അൽ നസർ 12-ാം മിനിറ്റിൽ തന്നെ ലീഡെടുക്കുന്നുണ്ട്. വൈകാതെ അൽ ഫത്തേഹ് തിരിച്ചടിച്ചു. സ്കോർ തുല്യതയിൽ നിൽക്കെയാണ് അൽ നസറിന് അനുകൂലമായി ഒരു പെനൽറ്റി കിട്ടുന്നത്. റോണോയെടുത്ത ശക്തമായ കിക്ക് അൽ ഫത്തേഹ് കീപ്പർ അമീൻ ബുഖാരി രക്ഷപ്പെടുത്തി. കഴിഞ്ഞ 3 മത്സരങ്ങളിലെ റോണോയുടെ 2ാമത്തെ പെനൽറ്റി മിസ്സായിരുന്നു അത്. അതിൻ്റെ സകല നിരാശയും അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരഭാഷയിലുമെല്ലാം പ്രകടവുമായിരുന്നു. പക്ഷേ ഒരേയൊരു മിനിറ്റ് റോണോയ്ക്ക് വേണ്ടി വന്നുള്ളൂ. സാദിയോ മാനയുടെ ബാക്ക് ഹീൽ പാസ് സ്വീകരിച്ച് മുന്നോട്ടാഞ്ഞു. ഫാർ പോസ്റ്റ് ലക്ഷ്യം വെച്ചു റോണോ. പിന്നെ ബോക്സിന് ഏറെ പുറത്തു നിന്നൊരു മിസൈൽ ഫത്തേഹ് പോസ്റ്റിൽ വന്നു പതിച്ചു. അമീൻ്റെ ഒരു ഫുൾ ലെങ്ത് ഡൈവിനും തടയാനായില്ല ആ മിസൈൽ. ജേഴ്സിയൂരി ആകാശത്തേക്ക് എറിഞ്ഞ് റൊണാൾഡോ ഗാലറിക്കരിയിലേക്ക് ഓടിയെത്തി. നെഞ്ചിൽ ശക്തിയായി ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനി അങ്ങോട്ടും ഉണ്ടായിരിക്കും. ആരാധകരെ നോക്കി റൊണാൾഡോ പറയാതെ പറഞ്ഞു. അദ്ദേഹം ഒരു പെനൽറ്റി മിസ്സാക്കി. നോക്കൂ, അടുത്ത നിമിഷം തന്നെ ഒരു സ്ക്രീമറിലൂടെ തൻ്റെ ടീമിനെ മുന്നിലെത്തിച്ചു. അതുകൊണ്ടാണ് അയാളെ ലെജൻഡ് എന്ന് വിളിക്കുന്നത്. കമൻട്രി ബോക്സിൽ മുഴങ്ങിക്കേട്ട വാചകമായിരുന്നു അത്. ജാവോ ഫിലിക്സിൻ്റെ ഹാട്രിക് മികവിൽ അൽ നസർ 5-1 വിജയവും ടേബിളിലെ 1ാം സ്ഥാനവും ഭദ്രമാക്കി. ഒരു 1.5 ലോങ് റേഞ്ചർ ഗോളും ഫ്ലിക്കും ടേണുകളുമായി റൊണാൾഡോ എന്ന 40-കാരൻ കളം നിറഞ്ഞു. ക്ലബ് കരിയറിലെ 800-ാമത് ഗോൾ, ടോട്ടൽ 949-ാമത്തെ ഗോൾ. അയാൾ 1000-ലും നിർത്തുമെന്ന് തോന്നുന്നില്ല. മത്സരശേഷം ഐസോ സ്പീഡിന് വൈക്കിംഗ് ക്ലാപ്പ് പഠിപ്പിച്ചു കൊടുത്ത് അദ്ദേഹം മടങ്ങി. റൊണാൾഡോയുടെ ചിരിയിൽ മയങ്ങി ഒന്നുണർന്നെണീറ്റപ്പോഴേക്ക് മറ്റൊരാട് അമേരിക്കയിലും ബൂട്ടും കെട്ടിയിറങ്ങി. നാഷ്വില്ലയ്ക്കെതിരെയായിരുന്നു ഇന്റർ മയാമിയുടെ മത്സരം. അരമണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ മാജിക് പിറന്നു. ജോഡി ആൽബയിൽ നിന്ന് ലഭിച്ചൊരു പന്ത് മെസ്സി ചെസ്റ്റിലിറക്കുമ്പോൾ തൊട്ട് മുന്നിലും തൊട്ട് പിന്നിലും ഓരോ നാഷ്വില്ല താരങ്ങളുണ്ടായിരുന്നു. ഇടതുകാൽ അല്പമുയർത്തി ആ പന്ത് തൻ്റെ മാത്രം വരുതിയിലാക്കി മെസ്സി കുതിച്ചു. തടയാനെത്തിയ പാട്രിക് യാസ്പെക്കിന് മെസ്സിയേക്കാൾ 15 വയസ്സിൻ്റെ ചെറുപ്പമുണ്ട്. യാസ്പെക്കിനെ ഒന്ന് വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും മെസ്സി വലിപ്പിച്ചു. ബോക്സിന് പുറത്തു നിന്നുള്ള ലോങ് റേഞ്ചറിൽ ഗോളി ജോ വില്ലിസിനും ഒന്നും ചെയ്യാനായില്ല. ഒരുപാട് ആഘോഷിക്കേണ്ട ഗോളാണിത്. പക്ഷേ മെസ്സി ഇത് നിരന്തരം ആവർത്തിക്കുമ്പോൾ അതിലൊരു പുതുമയില്ലാതാകുന്നു എന്നതാണ് സത്യം. നാഷ്വില്ല പിന്നീട് 2 ഗോളടിച്ച് ലീഡെടുത്തു. ആടിനെന്ത് അമേരിക്ക. പെനൽറ്റിയിലൂടെ ഒപ്പമെത്തിച്ചു മെസ്സി. ഇയാൻ ഫ്രേയുമായി നടത്തിയൊരു 1.5 നീക്കത്തിലൂടെ ഹാട്രിക്കും കുറിച്ചു. ഇഞ്ചുറി ടൈമിൽ ഗോളെണ്ണം 4 ആക്കാമായിരുന്നിട്ടും സിഗോവിയയ്ക്ക് തളികയിൽ വെച്ച് നൽകി അത് അസിസ്റ്റാക്കി മെസ്സി. മയാമിക്കാകെ 2-5 ഗോളിൻ്റെ വമ്പൻ ജയം. മെസ്സിക്ക് കരിയറിലെ 60-ാമത് ഹാട്രിക്. സീസണിൽ 28 മത്സരങ്ങളിൽ നിന്ന് 29 ഗോളുകൾ. ഗോൾഡൻ ബൂട്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടാറില്ല. മത്സരശേഷം ഇന്റർ മയാമിയുടെ ഡിഫൻഡർ ഇയാൻ ഫ്രേ പറഞ്ഞു. അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ. അയാളെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ്?
കടലും കാമുകിയും മെസ്സിയും എത്ര കണ്ടാലും മതിയാവില്ലെന്ന് പണ്ടൊരു സുഹൃത്ത് പറഞ്ഞത് ഓർമ്മ വരുന്നു. മെസ്സി ആൻഡ് റൊണാൾഡോ നീണാൾ വാഴട്ടെ, ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എന്നും ഉണ്ടാവുക.